എന്തായാലും ഒരു സമയത്ത് ഇല്ലാണ്ടാവും. നമുക്കൊരു ദിവസം എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ എണീറ്റു, വർക്കൗട്ട് ചെയ്തു. നമ്മൾ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും എല്ലാ ദിവസങ്ങളിലും വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. നമ്മളെ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. ഫ്രണ്ട്സിൻ്റെ ഒന്ന് ചെയ്തു കുളിച്ച് മാറ്റി. അപ്പോൾ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ബത്തേരിയേക്കാണ് പോകുന്നത്. അപ്പോൾ പനമരം കഴിഞ്ഞിട്ടാണിത്. യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു. മനോഹരമായ കാഴ്ചകളാണ്. എൻ്റെ നമ്മുടെ കൂട്ടുകാരൻ ബത്തേരി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു സമയത്തില്ലാണ്ടാവും. ആ ഇല്ലാണ്ടാന്ന് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടയുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് 2 മണി കൂട്ടുകാരും യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ബത്തേരി ടൗണിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ വയനാടിന്റെ ഇതിൽ തന്നെ എന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ ഈ സുൽത്താൻ ബത്തേരി ടൗണിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു അടിപൊളി ഫീലിംഗ് ആയിരിക്കും. അങ്ങാടിയിലെ ഓരോ കണ്ടോ കാണാനൊരു ലുക്കില്ലെങ്കിലും ഗൈസ് ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വയനാട്ടിൽ വരുമ്പോൾ ഒരു വിഷയം നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ കുഴിമന്തിയും ചിക്കൻ പൊള്ളിച്ചായിരുന്നു. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൂടെ വരാറില്ലാണ്. മുമ്പോഴും 2-3 വീഡിയോസൊക്കെ ചെയ്തിരുന്നു. നമുക്കൊരു തവണ ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ വരാനായിട്ടുള്ളൊരു തോന്നൽ വരും. അടിപൊളി ഫുഡാണ്. ഒരു പഴയ മോഡൽ കാറ് കണ്ടപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു. ഒരു സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ തുടരും എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സിനിമയാണ്. പക്ഷേ അത് ടിക്കറ്റ് കിട്ടിയില്ല. നമ്മുടെ ബത്തേരി ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് തുപ്പാൻ പോലും പാടില്ലാത്തൊരു ടൗണാണ്. അതായത് അത്രയും ക്ലീനും നീറ്റുമായിട്ട് കൊണ്ടു നടക്കുന്നൊരു ടൗണാണ്. എനിക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. ഒരു വേസ്റ്റ് പോലും ഒരു ടൗണിൻ്റെ ഒരു ഭാഗത്ത് പോലും കാണാൻ പറ്റില്ല. അത്രയും ക്ലീനാണ്. ടൗണിൻ്റെ എവിടെ നോക്കിയാലും നമുക്കൊരു കച്ചറ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ നാട്ടുകാരും നഗരസഭയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. ഇതിലോരോ അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇതൊക്കെ. നമ്മുടെ വയനാട്ടുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചയായിരിക്കും. അപ്പം എന്നും മനസ്സ് ഫ്രീ ആക്കാനും ഒക്കെ ആയിട്ട് ഒരു അടിപൊളിയാണ്. അപ്പോൾ നിസ്കരിപ്പിൻ്റെ സമയപ്പോൾ പള്ളിയിൽ കയറി നിസ്കരിക്കാനുള്ള പരിപാടിയാണ്. തിരിച്ചു. നമ്മൾ ആഴ്ചയിൽ എന്തായാലും ഒരു സുഹൃത്തുക്കൾ ഇങ്ങനൊരു യാത്ര നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ലഘുവാകുന്നതായിരിക്കും. അതായത് നമ്മുടെ മൈൻഡ് ഫ്രീ ആകുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതൊരു ട്രിപ്പ് പോകാൻ നോക്കാം. നമ്മുടെ മൈൻഡ് ഒരുപാട് ഫ്രീ ആവാനായിട്ട് സാധിക്കുന്നതാണ് യാത്ര. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഒറ്റ വീടിൻ്റെ മേൽക്കൂരയില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് പറഞ്ഞത്
ചെറുതായി ഒരു മഴ വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരുന്നുണ്ട്. നമ്മുടെ സർക്കാർ തന്നെ അവിടെ മാറ്റി താമസിപ്പിച്ചാണ്. മാറ്റി അവർക്ക് നല്ല വീട് വെച്ച് കൊടുത്തു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. വൈകുന്നേരമായപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പ് കൂടിയാണിത്. അവിടെ ഒരു ചായ കുടിച്ചു. അപ്പോൾ പള്ളി എത്തി നിസ്കരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ലീഗ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ക്രിക്കറ്റ് കളി ബുക്ക് ചെയ്തിരുന്നു. ടർഫ് പോയി ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ടർഫെത്തി മാച്ച് കളിച്ചു. അപ്പോൾ ഈ വീഡിയോ അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.